Viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ്സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കായിട്ടുള്ള പൗൾട്രി ബ്രീഡിംഗ് ആൻഡ് ഡിസീസസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു പൗൾട്രി ബ്രീഡിംഗ് ആൻഡ് ഡിസീസസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ പൗൾട്രി ബ്രീഡിംഗ് എന്ന് നോക്കാം. So, selection of the right type of breed with due regard to local conditions and needs of the market is very important in poultry keeping. അപ്പോൾ പൗൾട്രി കീപ്പിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് റൈറ്റ് ടൈപ്പ് ഓഫ് ബ്രീഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റ് ലോക്കൽ കണ്ടീഷൻസും മാർക്കറ്റിൻ്റെയൊക്കെ അനുസരിച്ചിട്ടുള്ള പൗൾട്രി ബ്രീഡ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ബേസ്ഡ് ഓൺ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ദ ഫൗൾസ് ആർ സെലക്റ്റഡ് ഫോർ ബ്രീഡിംഗ് ആൻഡ് റെയറിംഗ്. അപ്പം ചില ക്യാരക്ടറിസ്റ്റിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഫൗൾസിനെ ബ്രീഡിങ്ങിനും റെയറിങ്ങിനും വേണ്ടിയൊക്കെ സെലക്ട് ചെയ്യുന്നത്. സോ ദ ഫൗൾസ് ആർ സെപ്പറേറ്റ്ലി സെലക്റ്റഡ് ഫോർ എഗ് പ്രൊഡക്ഷൻ ആൻഡ് മീറ്റ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ബേർഡ്സിനെ പൗൾട്രീസിനെ മെയിനായിട്ട് നമ്മൾ റെയർ ചെയ്യുന്നത് മീറ്റിനും എഗ്ഗിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഫൗൾസിനെ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ബേർഡ്സിൻ്റെ അതേ ക്രൈറ്റീരിയ ആയിരിക്കത്തില്ല നമ്മൾ മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ബേർഡ്സിന് ഉള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഏതാണ് സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷൻ നോക്കാം. The prime importance in poultry farming is given to egg production. അപ്പോൾ നമ്മൾ ബേർഡ്സിനെ പൗൾട്രീസിനെ മെയിനായിട്ടും റെയർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റെയർ ചെയ്യുന്ന ബേർഡ്സും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഡോമിനൻ്റ്ലി നമ്മൾ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇവരെ റെയർ ചെയ്യുന്നത് ഫാം ചെയ്യുന്നത്. ദ ബ്രീഡേഴ്സ് ആർ വെരി കീൻ ഇൻ റൈസിങ് എഫിഷ്യൻറ്റ് എഗ് ലെയേഴ്സ്. ദിസ് പർപ്പസ് ഈസ് ഫുൾഫിൽഡ് ത്രൂ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. അപ്പം ഇത് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. എങ്ങനെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഗ് ലെയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. യൂസിങ് കള്ളിങ് ഈസ് ഡൺ ടു എലിമിനേറ്റ് അൺഡിസൈറബിൾ ട്രെയ്റ്റ്സ്. അപ്പോൾ ഇനി ബ്രീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കള്ളി ചെയ്ത് കളയും. ദെൻ അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ക്രൈറ്റീരിയ എന്ന് നോക്കാം. സെലക്ഷൻ ഓഫ് ഗുഡ് ലെയേഴ്സിൻ്റെ ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പെഡിഗ്രി ഇൻഫോർമേഷനാണ്. അപ്പോൾ സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ് നോക്കുന്നത് പെഡിഗ്രി ഇൻഫോർമേഷനാണ്. അതായത് ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററി ഓഫ് ബ്രീഡ്. ഇപ്പം നമുക്കറിയാം ഈ ബ്രീഡ് നല്ലതാണെന്ന് നമുക്കൊരു ആൻസിസ്ട്രൽ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ബ്രീഡിനെ നമ്മൾ റെയർ ചെയ്യും അല്ലേ. ഈ സ്റ്റഡീഡ് ആൻഡ് ദോസ് വിത്ത് ഗുഡ് ആൻസിസ്ട്രൽ റെക്കോർഡ്സ് ആർ സെലക്റ്റഡ്. ഓക്കെ. Birds with an average egg laying record of 250 to 280 eggs per year are considered to be good varieties. അതായത് ഗുഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത് എന്താണ് എഗ് ലേയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ 250 to 280 eggs per year കിട്ടണം. അതാണ് നല്ലൊരു പെഡിഗ്രി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ചില ബ്രീഡ്സിനെ നമ്മൾ അപ്പിയറൻസ് വെച്ചിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അപ്പിയറൻസ് വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ എന്താ നോക്കാം. ഫോർ എ ഗുഡ് എഗ് ലെയേഴ്സ് വെരി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നീഡഡ് ആർ വിഗർ, ഹെൽത്ത് ആൻഡ് അപ്പിയറൻസ്. ആൻ ആക്റ്റീവ് എഗ് ലേയിങ് ഹെൻ വിൽ ഹാവ് ക്ലിയർ കട്ട് റഗ്ഡ് ആൻഡ് അലേർട്ട് ഹെഡ്. അതായത് ആക്റ്റീവായിട്ടുള്ള എഗ് ലേയിങ് ഹെൻ ആണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേകത കാണാം, അവർ ക്ലിയർ കട്ട് റഗ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും അലേർട്ടായിരിക്കുന്ന ഹെഡും ആയിരിക്കും. പിന്നെ ബീക്ക് ആണെങ്കിൽ എന്തായിരിക്കും, ബീക്ക് ഷോർട്ടും ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ടു ഹെഡ് ആയിരിക്കും. ഷോർട്ട് ബീക്ക് ആയിരിക്കും വിച്ച് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ഹെഡ് ആയിരിക്കും. ദെൻ സോഫ്റ്റ് ആൻഡ് റെഡ് കളേർഡ് കോമ്പായിരിക്കും. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള അപ്പിയറൻസ് ഫോർ ഗുഡ് എഗ് ലേയിങ് ഹെൻസ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്ലിയർ കട്ട് റഗ്ഡ് ആൻഡ് അലേർട്ട് ഹെഡ്, ഷോർട്ട് ബീക്ക് പ്രൊപ്പോർഷൻ ടു ഹെഡ്, ദെൻ സോഫ്റ്റ് ആൻഡ് റെഡ് കളേർഡ് കോംബ്. ദെൻ നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോൾട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ മോൾട്ടിങ്ങിൽ എന്താണെന്ന് നോക്കാം. ദ ഓൾഡ് ഫെദേഴ്സ് ആർ ഷെഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ് ബൈ ദ ഹെൻ ഈസ് കാൾഡ് മോൾട്ടിങ് അല്ലെ. മോൾട്ടിംഗ് എന്ന് പറയുന്ന ഓൾഡ് ഫെദേഴ്സ് പൊഴിച്ച് കളഞ്ഞിട്ട് അതിന് പകരം പുതിയ ഫെദേഴ്സ് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോൾട്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് സീക്വൻഷ്യലി
ഫ്രം ഹെഡ് ടു ടെയിൽ, ഹെഡ് മുതൽ ടെയിൽ വരെ സീക്വൻഷ്യലായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. ദ മോൾട്ടിംഗ് ബിക്കംസ് എ ലേറ്റ് ആൻഡ് കുക്ക് ഫിനോമിനൻ ഇൻ ഗുഡ് ലെയേഴ്സ്. അപ്പം ഗുഡ് ലെയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ മോൾട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് താമസിച്ചേ തുടങ്ങും, പക്ഷെ അത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ക്യുക്കായിട്ടൊരു ഫിനോമിനായിരിക്കും. ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ലേറ്റ് വിച്ച് ബിഗിൻ എഗ് പ്രൊഡക്ഷൻ ഷോർട്ട്ലി. അതായത് ഈ മോൾട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എഗ് പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്യും. ബൈ കോൺട്രാസ്റ്റ് poor layers molt late slowly and take a long time for egg production. പക്ഷേ പുവർ ലെയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അവർ വളരെ ലേറ്റ് ആയിട്ടേ മോൾട്ട് ചെയ്യത്തുള്ളൂ. അത് മോൾട്ടിങ് തീരാൻ തന്നെ കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ എന്താണ് എഗ് ലേയിങ് അഥവാ എഗ് പ്രൊഡക്ഷനും കുറേ സമയം എടുത്തിട്ടാണ് നടക്കുന്നത്. സോ ഒബ്സർവിങ് ബൈ ദ നേച്ചർ ഓഫ് മോൾട്ടിങ് ഓഫ് പ്രൈമറീസ് ആൻഡ് സെക്കൻഡറീസ് മോൾട്ടിംഗ് സ്റ്റേജ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. അപ്പം നമുക്ക് അതായത് ഈ നേച്ചർ ഓഫ് ദി മോൾട്ടിങ് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ കോഴിയുടെ അല്ലെങ്കിൽ ഈ പോൾട്രിയുടെ മെച്യൂരിറ്റി സ്റ്റേജ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് മോൾട്ടിങ്ങിൽ പറയുന്നത്. ഓൾഡ് ഫെതേഴ്സ് ആൻഡ് ഷെഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ് ബൈ ഹെൻ. ദെൻ പുവർ ലേയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ മോൾട്ട് ലേറ്റ് ആണ്, പക്ഷേ അവർ ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ എഗ് പ്രൊഡക്ഷനും വളരെ ലേറ്റായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഗുഡ് ലെയേഴ്സ് എന്താണ് മോൾട്ട് ലേറ്റ് ആണെങ്കിലും എന്താണ് പെട്ടെന്ന് തന്നെ വെരി ക്വിക്കായിട്ട് തന്നെ മോൾട്ടിങ് കഴിയുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ മോൾട്ടിങ്ങിനനുസരിച്ച് അല്ലേ ബൈ ഒബ്സർവിങ് ദ നേച്ചർ ഓഫ് മോൾട്ടിങ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ഈ ഏത് സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തിയോ ഉടനെ എഗ് ലേ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷനാണ്. ദ ഫോർമേഷൻ ഓഫ് എഗ്സ് ഇൻ ദ ഓവറി ആൻഡ് പിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ ഹാസ് സർട്ടൻ റിലേഷൻഷിപ്പ്. അപ്പം ഓവറിയിലെ എഗ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ എന്താണ് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനും തമ്മിൽ ഒരു സർട്ടൻ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ യെല്ലോ കളർ അപ്പിയേഴ്സ് ആൻഡ് വിച്ച് മേ കോൺസെൻട്രേറ്റ് The yellow color appears and which may concentrate in the skin near vent, ear, eye, beak and shank. അപ്പോൾ യെല്ലോ കളർ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് അപ്പിയർ ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കിന്നിലും നിയർ വെൻറ്റ് റീജിയനിലും ഐയിലും ബീക്കിലും ഒക്കെ ഷാങ്കിലും ഒക്കെയാണ് യെല്ലോ കളർ അപ്പിയർ ചെയ്യുന്നത്. ദിസ് കളർ പാറ്റേൺ ഡിസപ്പിയേഴ്സ് ആസ് യോക്ക് ഫോർമേഷൻ പ്രോഗ്രസ്. അങ്ങനെയുള്ള ഈ യെല്ലോ കളർ എന്ന് പറയുന്നത് യോക്ക് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കളർ പതുക്കെ ഡിസപ്പിയർ ആയി പോകും. സോ ബൈ ഒബ്സർവിങ് ദ ഡിസപ്പിയറൻസ് ഓഫ് പിഗ്മെൻറ്റ്സ് ഫ്രം ദ ബോഡി പാർട്സ് ദ എഗ് ലേയിങ് പീരീഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അതായത് ഈ യെല്ലോ കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിഗ്മെൻറ്റേഷൻ സ്കിന്നിലും നിയർ വെൻറ്റ് റീജിയനിലും ഐയിലും ബീക്കിലും ഒക്കെ. അപ്പോൾ യോക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ യെല്ലോ കളർ ഡിസപ്പിയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം ഈ യെല്ലോ കളറിൻ്റെ ഡിസപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് എഗ് ലേയിങ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പിഗ്മെൻറ്റേഷനുള്ള കാര്യം. ദെൻ വരുന്നത് സെക്ഷൽ മെച്യൂരിറ്റി ആണ്. സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ് ദ പീരീഡ് ബിറ്റ്വീൻ ദ ഹാച്ചിങ് ആൻഡ് ഫസ്റ്റ് ഡേ ഓഫ് എഗ് ലേയിങ്. അതിനെയാണ് നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഹാച്ച് ചെയ്തതിന് ശേഷം ഉള്ള ഫസ്റ്റ് ഡേ തൊട്ട് അതൊരു ഫസ്റ്റ് ഡേ എഗ് ലേ ചെയ്യുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഏർലി മെച്യൂറിങ് ഫൗൾസ് ലേ മോർ എഗ്സ് ദാൻ ലേറ്റ് മെച്യൂറിങ് വൺസ്. അതായത് ഏർലി ആയിട്ട് മെച്യൂർ ചെയ്യുന്നവർ ലേറ്റ് ആയിട്ട് മെച്യൂർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഗ് ലേ ചെയ്യും. ദ ഫുഡ്, ക്ലൈമറ്റ്, സീസണൽ വേരിയേഷൻ എക്സെട്ര ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി സെക്ഷൽ മെച്യൂരിറ്റി. ഏർലി മെച്യൂറിങ് ബ്രീഡ്സ് ആർ ടു ബി സെലക്റ്റഡ് ഫോർ ബ്രീഡിങ്. അതുകൊണ്ട് തന്നെ ഏർലി മെച്യൂർ ആവുന്ന ബ്രീഡ്സിനെ വേണം നമ്മൾ എന്താണ് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എഗ് സൈക്കിളാണ്. എഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർസിസ്റ്റൻസി ഓഫ് എഗ് ലേയിങ് ഡ്യൂറിങ് എ പീരീഡ്. അതായത് ഒരു പീരീഡിൽ എത്രമാത്രം എഗ്ഗ് ലേ ചെയ്യുന്നു എന്നതിനുള്ളതിനാണ് നമ്മൾ എഗ് സൈക്കിൾ എന്ന് പറയുന്നത്. എ ഗുഡ് ബ്രീഡ് വിൽ ലേ 1 എഗ് എവറി ഡേ ഫോർ എ ലോങ് പീരീഡ്. നല്ലൊരു ബ്രീഡാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ മുട്ട വീതം ഇടും. ഇറ്റ് വിൽ ടേക്ക് എ പോസ് ഫോർ 2 to 3 days. പക്ഷേ ഇതിനിടയ്ക്ക് 1 to 3 days നിർത്തിയാലും പിന്നെ അവർ ഉടനെ തന്നെ സ്റ്റാർട്ട് ലേയിങ്, അതായത് ലേ ചെയ്യാനായിട്ട് വീണ്ടും എഗ് ലേ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ പുവർ ലേയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇവർ എന്താണ്
എഗ്ഗ് ലേ ചെയ്യുന്നത് തന്നെ ഡെയിലി ബേസിലല്ല, 3-4 ദിവസം ഇൻ്റർവെൽ, അങ്ങനെ ഒരു ദിവസം 3-4 ദിവസം ഇടവിട്ടായിരിക്കും ഇവർ മുട്ടയിടുന്നത്. പക്ഷേ എന്താണ്, ഇനി ഇടയ്ക്കെങ്ങാനും ഇവർ മുട്ട ഇടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം എടുക്കും നെക്സ്റ്റ് ലേയിങ്ങിന്. അങ്ങനെയാണ് നമ്മൾ എഗ് സൈക്കിളിൽ ഗുഡ് ബ്രീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്, ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രൂഡിനെസ് ആണ്. സോ ബ്രൂഡിനെസ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ലേയിങ് ഹെൻ ടു സിറ്റ് ഓവർ എഗ്സ് ടു ഹാച്ച് ദം. ബ്രൂഡിനെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എഗ് ലേയിങ് ഹെന്നിന് അവരുടെ എഗ്ഗിന് മുകളിൽ ഇരുന്ന് ഹാച്ച് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ബ്രൂഡിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മെറ്റേണൽ ഇൻസിക്റ്റ് ആൻഡ് എ ഡോമിനൻ്റ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ. ഇതൊന്നും മെറ്റേണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അതുപോലെ തന്നെ ഡോമിനൻ്റ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറാണ് ബ്രൂഡിനെസ് എന്ന് പറയുന്നത്. ഇത് ഫീമെയിൽ ഹെൻസ് മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോൺ ബ്രൂഡിങ് ഹെൻസ് ആർ ടു ബി സെലക്റ്റഡ് ഫോർ അച്ചീവിങ് ഗുഡ് എഗ് പ്രൊഡക്ഷൻ. അപ്പോൾ നോൺ ബ്രൂഡിങ് ആയിട്ടുള്ള ഹെൻസിനെ വേണം എന്തിനു വേണ്ടിയിട്ടാണ്, ഗുഡ് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. സോ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡാണ്. ഇറ്റ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് ഡിറ്റർമിനിങ് ദ എഗ് പ്രൊഡക്ഷൻ ഓഫ് എ ഹെൻ. അതായത് ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡ് വഴിയാണ് നമുക്ക് എഗ് പ്രൊഡക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്റ് വേ ആണ്. ദ നേച്ചർ ഓഫ് എഗ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ് ബൈ ദിസ് മെത്തേഡ്. അതുപോലെ എഗ്ഗിൻ്റെ നേച്ചറും ഈ ഒരു മെത്തേഡ് വഴി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. 3 to 4 days ഓഫ് ട്രാപ്പ് നെസ്റ്റ് ഈസ് ഇനഫ് ടു ഗെറ്റ് നീഡഡ് ഇൻഫോർമേഷൻ. അതായത് 3 to 4 ഡേയ്സിലുള്ള ഒരു ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഇൻഫോർമേഷനും അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഇത് ഗുഡ് ബ്രീഡർ ആണോ അല്ലെങ്കിൽ നല്ല എഗ് ലെയർ ആണോ എന്നൊക്കെയുള്ള റെക്കോർഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ബ്രീഡിംഗ് ഫോർ സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷനിൽ നമ്മൾ ഏതൊക്കെയാണ് ക്രൈറ്റീരിയ പറഞ്ഞത്, പെഡിഗ്രി ഇൻഫോർമേഷൻ അനുസരിച്ച്, പിന്നെ അപ്പിയറൻസ് വെച്ചിട്ട്, ദെൻ മോൾട്ടിങ് വെച്ചിട്ട്, പിഗ്മെൻറ്റേഷൻ, then sexual maturity, then egg cycle, then broodiness, then trap nest record. അപ്പോൾ ഈ ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ബ്രീഡിനെ എഗ്സ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രീഡിംഗ് ഫോർ മീറ്റ് പ്രൊഡക്ഷനാണ്. ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ പൗൾട്രീസിനെ റെയർ ചെയ്യുന്നത് മീറ്റ് പ്രൊഡക്ഷനും എഗ് പ്രൊഡക്ഷനും വേണ്ടിയിട്ടാണ്. എഗ് പ്രൊഡക്ഷൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബ്രീഡിങ്ങിൻ്റെ ഉള്ള ക്രൈറ്റീരിയ പറഞ്ഞു. ഇനി ബ്രീഡിംഗ് ഫോർ മീറ്റ് പ്രൊഡക്ഷൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പൗൾട്രി ഫാംസ് ഇൻറ്റൻഡഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ മീറ്റ് പ്രൊഡക്ഷൻ ഷുഡ് സെലക്ട് ഓൺലി ദ റാപ്പിഡ്ലി ഗ്രോയിങ് വെറൈറ്റീസ് ഓഫ് ഫൗൾസ്. അപ്പം എന്താണ്, മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഫാംസ് ആണെങ്കിലും മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം റാപ്പിഡ്ലി ഗ്രോയിങ് വെറൈറ്റീസിന് വേണം അവർ ബ്രീഡ് ചെയ്യാൻ, റെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ബെസ്റ്റ് വെറൈറ്റി ബ്രീഡ്സ് കൺസ്യൂം ലെസ്സർ ഫീഡ് ടു ഗെയിൻ ഗ്രേറ്റർ ബോഡി വെയ്റ്റ്. അപ്പം ബെസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത്, മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഫീഡേ കഴിക്കാവൂ പക്ഷേ പെട്ടെന്ന് ഒരു ഗ്രേറ്റർ ബോഡി വെയ്റ്റ് അറ്റൈൻ ചെയ്യുന്ന ബ്രീഡ്സ് ആയിരിക്കണം. ഫോർ ദ ബ്രീഡിംഗ് പർപ്പസ് സർട്ടൻ ക്രൈറ്റീരിയ ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. സോ ദേ ആർ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗുഡ് ഹെൽത്ത് ആൻഡ് വിഗർ ആയിരിക്കണം, നല്ല ഹെൽത്തും വിഗറും ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരിക്കണം. ദെൻ ഗുഡ് ഫ്ലഷിങ് ഓൺ ബ്രസ്റ്റ് ആൻഡ് തൈസ്. ചിക്കൻ എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാകുമ്പോൾ മെയിനായിട്ടും നല്ല ഫ്ലഷിങ് വേണം. മെയിനായിട്ട് അത് ബ്രസ്റ്റ് റീജിയനിലും തൈസിലും ആയിരിക്കണം. ദെൻ വെൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി ആയിരിക്കണം. യൂണിഫോം ബോഡി ഡെപ്ത് ഫ്രം ഫ്രണ്ട് ടു റെയർ. ദെൻ ഫാസ്റ്റ് ഫെദറിങ് ഇൻ വിങ്സ് ആൻഡ് ടെയിലും, വിങ്സിലും ടെയിലും ഒക്കെ ഫാസ്റ്റ് ഫെദറിങ്ങും ഉണ്ടായിരിക്കണം. ഇത്രയാണ് ജനറൽ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫോർ ബ്രീഡിംഗ് ഫോർ മീറ്റ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് മീറ്റിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിൽ ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ഡിഫറെൻറ്റ് ബ്രീഡിംഗ് ഓർ മേറ്റിംഗ് സിസ്റ്റംസ് ആർ അഡോപ്റ്റഡ്. എന്തിനാണ് മേറ്റിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, നല്ലൊരു സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലേ. അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ബ്രീഡിങ് അല്ലെങ്കിൽ മേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള മേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻബ്രീഡിംഗ് ആണ്. ഇൻബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, the birds are mated with very closely related ones like brother and sister. Okay, this increases homozygosity കൂട്ടും. This do not provide good and expected results. അപ്പം ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള
ബേർഡ്സിനെ നമുക്ക് ഒരിക്കലും ഇൻബ്രീഡിങ് വഴി കിട്ടത്തില്ല. കാരണം അവിടെ എന്താണ്, വളരെ ക്ലോസ്ലി റിലേറ്റഡ് വൺസുമായിട്ടായിരിക്കും മേറ്റിംഗ് നടക്കുന്നത്. ഇത് ഹോമോസൈഗോസിറ്റി മാത്രമേ കൂട്ടത്തുള്ളൂ, ഹെട്രോസൈഗോസിറ്റി കൂട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഹൈബ്രിഡ് ആയിട്ടുള്ള ബേർഡ്സിനെ കിട്ടത്തില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രീഡിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ബേർഡ്സ് ലെസ് ക്ലോസ്ലി റിലേറ്റഡ് ലൈക്ക് കസിൻ, ഗ്രാൻഡ് ഡോട്ടർ എക്സെട്ര. ഇതെന്ന് പറയുമ്പോൾ ലെസ് ക്ലോസ്ലി ആയിട്ടുള്ള ബേർഡ്സ് തമ്മിലുള്ളൊരു മീറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു കൺസേർവ് ആൻഡ് പെർപെക്റ്റുവേറ്റ് ഡിസൈഡ് ക്യാരക്ടേഴ്സ്. ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും ബേർഡ്സിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടേഴ്സ് കൺസേർവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ലൈൻ ബ്രീഡിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് ബ്രീഡിംഗ് ആണ്. ഔട്ട് ബ്രീഡിംഗ് ഈസ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ബേർഡ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്ട്രെയിൻസ്. രണ്ട് ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് തമ്മിലുള്ള മീറ്റിങ്ങിനെയാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ടും ടു ഇംപ്രൂവ് ദ വിഗർ ഓഫ് ഓഫ്സ്പ്രിങ്ങിൻ്റെ വിഗർ അഥവാ ഹെട്രോസൈഗോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ബ്രീഡിങ് ചെയ്യുന്നത്. ഇറ്റ് എനേബിൾസ് ടു റീറ്റെയിൻ ദ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേരൻസ് ആൻഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ഡിസൈറബിൾ ട്രേറ്റ്സ്. ഔട്ട് ബ്രീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഗുണങ്ങൾ, പേരൻസിൻ്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ബേർഡ്സിൽ കീപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എന്താണ്, ന്യൂ ഡിസൈറബിൾ ട്രേറ്റ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ജീൻസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഔട്ട് ബ്രീഡിങ്ങിൻ്റെ പ്രത്യേകത. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രോസ് ബ്രീഡിംഗ് ആണ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ മേറ്റിംഗ് ഓഫ് ബേർഡ്സ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓർ വെറൈറ്റീസ്. അതായത് ഡിഫറെൻറ്റ് ബ്രീഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് തമ്മിലുള്ള മീറ്റിങ്ങിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് ഹെട്രോസിസ് അഥവാ ഹൈബ്രിഡ് വിഗറിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഹൈബ്രിഡ് ബേർഡ്സിനെയൊക്കെ നമുക്ക് ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഇൻഡോജീനിയസ് വെറൈറ്റീസും എക്സോജീനിയസ് വെറൈറ്റീസും ഒക്കെ ഉണ്ടല്ലോ പൗൾട്രീസ്, അവർ തമ്മിലുള്ള ഒരു ക്രോസിനെയാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇത് കാരണം നമുക്ക് ഹൈ എഗ് പ്രൊഡക്ഷൻ അതുപോലെ ലോ മോർട്ടാലിറ്റി ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കിട്ടുന്ന എന്താണ് ബെനിഫിറ്റ്സ് ആണ്. ദെൻ ഫ്ലോക്ക് മേറ്റിംഗ് എന്താണെന്ന് നോക്കാം. A number of mates are allowed to move along with the entire females where random mating takes place. Flock mating എന്ന് പറഞ്ഞാൽ ഒരു മെയിലിനെ എടുത്തിട്ട് കുറേ ഫീമെയിൽസിൻ്റെ അടുത്തേക്ക് വിടുന്നു, അവിടെ റാൻഡം മീറ്റിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനാണ് ഫ്ലോക്ക് മീറ്റിംഗ് എന്ന് പറയുന്നത്. വിച്ച് എൻഷോർസ് ഹൈ മേറ്റിംഗ് റേറ്റ് ആൻഡ് ബെറ്റർ ഫെർട്ടിലിറ്റിക്കും ഹൈ മേറ്റിംഗ് റേറ്റും എൻഷുർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫ്ലോക്ക് മേറ്റിംഗ് എന്നുള്ള മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പെൻ മേറ്റിംഗ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എ സിംഗിൾ മെയിൽ ഈസ് അലൗഡ് ടു മേറ്റ് വിത്ത് എ ഫ്ലോക്ക് ഓഫ് ഫീമെയിൽസ്. ഇവിടെയും ഒരു സിംഗിൾ മെയിൽ തന്നെയാണ് ഒരു ഫ്ലോക്ക് ഓഫ് ഫീമെയിൽസിനെ മേറ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റഡ് മേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സ്റ്റഡ് മേറ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ബ്രീഡിംഗ് ഫോർ എക്സ്പെരിമെൻ്റൽ പർപ്പസ്. എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് ബ്രീഡിംഗ് ആണെങ്കിൽ നമ്മളതിന് സ്റ്റഡ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൗൾട്രി റെയറിംഗ് ആണ്. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡക്സിൻ്റെയും ടർക്കീസിൻ്റെയും ക്രോൽസിൻ്റെയും റെയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പറഞ്ഞു, ഹെൻസിൻ്റെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പൗൾട്രി റെയറിംഗ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ പൗൾട്രി റെയറിങ്ങിൽ ഇൻ പൗൾട്രി റെയറിംഗ് മീൻസ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫൗൾസ്. അതായത് ഫൗൾസിൻ്റെ കെയറിനെയും മാനേജ്മെൻറ്റിനെയും ചേർത്തിട്ടാണ് നമ്മൾ പൗൾട്രി റെയറിംഗ് എന്ന് പറയുന്നത്. റെയറിംഗ് ഇൻവോൾവ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. റെയറിംഗിൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ദേ ആർ സെലക്ഷൻ ഓഫ് എഗ്, അതുപോലെ തന്നെ ഇൻക്യുബേഷൻ, ഹാച്ചിങ് ഓഫ് എഗ്സ്, കെയർ ഓഫ് ന്യൂ ബോൺസ്, ദാറ്റ് ഈസ് കോൾഡ് ബ്രൂഡിങ്. കെയർ ഓഫ് യങ് വൺസ് ഈസ് കോൾഡ് ബ്രൂഡിങ് ആൻഡ് ഹൗസിങ് ഓഫ് പൗൾട്രി ആൻഡ് ഫീഡിങ്. ഇതെല്ലാം തന്നെ പൗൾട്രി റെയറിംഗിൽ വരുന്ന ഈച്ച് സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഇനി സെലക്ഷൻ ഓഫ് എഗ്സ് നോക്കാം. പൗൾട്രിയിൽ മീഡിയം സൈസ്ഡ് ഫെർട്ടൈൽ ഫ്രഷ്ലി ലെയ്ഡ് എഗ്സ് ആർ പ്രിഫേർഡ് ഫോർ റെയറിംഗ്. അപ്പോൾ റെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മീഡിയം സൈസ്ഡ് ഫെർട്ടൈൽ ആയിട്ടുള്ള ഫ്രഷ്ലി ലെയ്ഡ് എഗ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. ഓവർ സൈസ്ഡും അതുപോലെ തന്നെ അണ്ടർ സൈസ്ഡ് എഗ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. മീഡിയം സൈസ്ഡ് എഗ്സ് ആർ സെലക്റ്റഡ്. ഓക്കെ,
ഇൻക്യുബേഷൻ നോക്കുവാണെങ്കിൽ എന്താണ്, മെയിൻ്റനൻസ് ഓഫ് ന്യൂലി ലെയ്ഡ് എഗ്സ് ഇൻ ഒപ്റ്റിമം കണ്ടീഷൻ ടിൽ ഹാച്ചിങ്ങിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അതായത് പുതിയതായിട്ട് ലേ ചെയ്ത എഗ്സിനെ ഒപ്റ്റിമം കണ്ടീഷൻ ടെമ്പറേച്ചറിലൊക്കെ വെച്ചിട്ട് ഹാച്ച് ചെയ്തതിനെ പറയുന്നൊരു പേരാണ്, ഒരു മെയിൻറ്റെയിനിങ് ചെയ്യുന്ന പറയുന്ന ഒരു പ്രോസസ്സാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ നാച്ചുറൽ ഇൻക്യുബേഷനും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷനും ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പം ഹെൻ തന്നെ ഇരുന്ന് ഇൻക്യുബേറ്റ് ചെയ്ത് ഹാച്ച് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പം ഒരുപാട് മെഷീൻ്റെയൊക്കെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന, ഇൻക്യുബേറ്ററിൻ്റെയൊക്കെ സഹായത്തോടെ ചെയ്യുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇനി ബ്രൂഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, കെയർ ഗിവൺ ടു യങ് വൺസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാച്ചിങ് ഫോർ അബൌട്ട് 4 to 8 weeks. നാച്ചുറൽ ബ്രൂഡിംഗ് എന്ന് പറയുന്നത് മദർ ഹെൻ ആണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ബ്രൂഡിംഗ് എന്ന് പറയുന്നത് ബൈ ഫോസ്റ്റർ മദർ ഓർ ബ്രൂഡർ ഉണ്ട്. ആർട്ടിഫിഷ്യൽ അതായത് ബ്രൂഡിംഗ് ചെയ്യാനായിട്ട് തന്നെയുള്ള ഹെൻസ് അഥവാ പോൾട്രീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫോസ്റ്റർ മദർ അഥവാ ബ്രൂഡർ എന്ന് പറയുന്നത്. പിന്നെ ഫീഡിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടർ ഫീഡ് അപ് ടു 8 weeks ഓഫ് ഏജ്. നമ്മളൊരു 8 weeks ഓഫ് ഏജ് വരെ നമ്മൾ ഈ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സ്റ്റാർട്ടർ ഫീഡ് വേണം കൊടുക്കാൻ. ദെൻ റെയറിങ് ഓഫ് ഗ്രോയേഴ്സ് ആൻഡ് ലേയേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രോയേഴ്സിനെയും ലേയേഴ്സിനെയും എങ്ങനെയാണ് നമ്മൾ റെയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഹൗസിംഗ് പ്രൊട്ടക്ട്സ് ബേർഡ്സ് ഫ്രം പ്രിഡേറ്റേഴ്സ്. അപ്പം നമുക്കറിയാം ബേർഡ്സിനെ നമ്മൾ വളർത്തുമ്പോൾ ഒരു ഹൗസിംഗ് വേണം. അതിൽ മെയിനായിട്ടും ഇനി ഇന്ത്യയിലാണെങ്കിൽ മെയിനായിട്ടും സെമി ഇൻറ്റൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് സിസ്റ്റം ഓഫ് ഹൗസിംഗ് ആ പ്രാക്ടീസ്. ഇന്ത്യയിൽ മെയിനായിട്ടും സെമി ഇൻറ്റൻസീവ് ഉണ്ട്, ഇൻറ്റൻസീവ് മെത്തേഡുണ്ട്. ഇത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇൻറ്റൻസീവും സെമി ഇൻറ്റൻസീവും ഒക്കെ. സെമി ഇൻറ്റൻസീവ് കാറ്റഗറിയിൽ എന്താ സംഭവിക്കുന്നത്, ചിക്കൻസ് ആർ ലെറ്റ് ലൂസ് ഇൻ ദ ഓപ്പൺ യാർഡ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ഷട്ട് ഇൻ എ ഹൗസ് അറ്റ് നൈറ്റ്. അതായത് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യത്തില്ല, അതായത് പകൽ മൊത്തം കോഴികളെയൊക്കെ ഇങ്ങനെ വിട്ടിട്ട് യാർഡിലൊക്കെ ഇങ്ങനെ പോകാനായിട്ട് അനുവദിച്ചിട്ട് രാത്രി സമയമാകുമ്പോൾ ഇതൊരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു ഷെഡിൽ നമ്മൾ ഷട്ട് ചെയ്യും, അടയ്ക്കും. അതിനെയാണ് നമ്മൾ സെമി ഇൻറ്റൻസീവ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ഇൻറ്റൻസീവ് സിസ്റ്റത്തിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഹെൻസ് ആർ കെപ്റ്റ് കൺഫൈൻഡ് ഇൻ എ റൂം ഓർ ഷെഡ്. ഹെൻസിനെ ഒരു റൂം അല്ലെങ്കിൽ ഒരു ഷെഡിൽ അങ്ങ് എന്താണ് കൺഫൈൻഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ദ ഷെഡ് ഷുഡ് ബി കെപ്റ്റ് ഹൈജീനിക് ആൻഡ് ആബ്സല്യൂട്ട്ലി ഡ്രൈ. അതായത് ഈ ഹെൻ ഫാം, പൗൾട്രി ഫാംസ് ഒക്കെ കണ്ടിട്ടില്ലേ, അവിടെ എന്താ ചെയ്യുന്നത്, ഈ കോഴികളിങ്ങനെ അഴിച്ചു വിടുകയല്ല ചെയ്യുന്നത്, അവരെ ഒരു ഷെഡിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പം കൊമേഴ്ഷ്യൽ അതായത് വലിയ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻസീവ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഷെഡിൽ തന്നെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ വളരെ ഹൈജീനിക് ആയിട്ട് വേണം നമ്മൾ, അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വേണം അവിടെ കീപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ ഗുഡ് വെന്റിലേഷനും ഒക്കെ നല്ല സൺലൈറ്റും ഒക്കെ തന്നെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ 2 മെത്തേഡുണ്ട്, ഡീപ്പ് ലിറ്റർ സിസ്റ്റവും ഇൻഡിവിജ്വൽ കേജ് സിസ്റ്റവും. ഓക്കെ, ഇൻ ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിലാണെങ്കിൽ 200 to 250 ബേർഡ്സ് ആർ കെപ്റ്റ് ഇൻ ലാർജ് റൂംസ്. ദ ഫ്ലോർ ഓഫ് ദി ഹൗസ് ഈസ് ലിറ്റേർഡ് വിത്ത് സ്ട്രോ, ഡ്രൈ ലീവ്സ് എക്സെട്ര. അപ്പോൾ ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിൽ 200 to 250 ബേർഡ്സിനെയാണ് നമ്മളൊരു ലാർജ് റൂമിൽ കീപ്പ് ചെയ്യുന്നത്. അവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്, സ്ട്രോ വെച്ചിട്ടും ഡ്രൈ ലീവ്സ് വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ ഫ്ലോറിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, litter must be dry to avoid infections. The litter is occasionally stirred to mix droppings of birds. The deep litter system has the additional advantage that the droppings and the litter can later serve as a good manure for crops. അപ്പം ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രോയും ഡ്രൈ ലീവ്സും ഒക്കെ വെച്ചിട്ടാണല്ലോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഇവരുടെ ഡ്രോപ്പിങ്സും ഒക്കെ വെച്ചിട്ട് എന്താണ് നല്ലൊരു ക്രോപ്സിനൊരു മാന്യൂറായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഫ്ലോറിംഗ് മെറ്റീരിയലിന്. ഇനി ഇൻഡിവിജ്വൽ കേജ് സിസ്റ്റം അഥവാ ബാറ്ററി സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബേർഡ്സ് ആർ കെപ്റ്റ് ഇൻ ഇൻഡിവിജ്വൽ കേജസ് മെയ്ഡ് അപ്പ് ഓഫ് വയർ മെഷ് ഓൺ ഓൾ സൈഡ്സ്. ഓരോ ബേർഡ്സിനെ ഓരോ ഇൻഡിവിജ്വൽ കേജിലാണ് കീപ്പ് ചെയ്യുന്നത്. ഈ കേജിന് ചുറ്റും വയർ മെഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദ ഫ്ലോർ മെഷ് ഈസ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലെയ്ഡ് എഗ്സ് വിൽ റോൾ ഔട്ട് ഓഫ് ദി ട്രേ കെപ്റ്റ് ഔട്ട്സൈഡ് ദ കേജ്. അതായത് ഈ ഫ്ലോറിംഗ് മെഷ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോപ്പായിട്ടാണ്, താഴോട്ട് കുറച്ച് ഡൗൺവേർഡ് കുറച്ച് സ്ലോപ്പായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇടുന്ന മുട്ട ആ ഒരു സ്ലോപ്പിൽ കൂടെ ഉരുണ്ട് ഒരു ട്രേ വെച്ചിട്ടുണ്ടായിരിക്കും, ആ ട്രേയിൽ വന്ന് വീഴും.
ഇൻ ദിസ് സിസ്റ്റം അപ്പം ഇൻഡിവിജ്വൽ കേജ് സിസ്റ്റം അഥവാ ബാറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈച്ച് ബേർഡ് വിൽ ഗെറ്റ് ഇൻഡിവിജ്വൽ കെയർ. ഓരോ ബേർഡിനും ഇൻഡിവിജ്വൽ കെയർ കിട്ടുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കേജ് സിസ്റ്റം അഥവാ ബാറ്ററി സിസ്റ്റമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഗ്രോവേഴ്സ് ആൻഡ് ലേയേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ്. അതായത് എഗ്ഗിന് വേണ്ടിയിട്ടും റെയർ ചെയ്യുന്നവരെയും മീറ്റിന് വേണ്ടി റെയർ ചെയ്യുന്നവർക്കും ഡിഫറെൻറ്റ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ഉള്ളത്. ഗ്രോയർ ഫീഡ് മേ ബി യൂസ്ഡ് ഫോർ ബേർഡ്സ് ഓഫ് 9 weeks to 16 weeks ഓഫ് ഏജ് ആൻഡ് ലെയർ ഫീഡ് ഫോർ ബേർഡ്സ് ഓഫ് 17 weeks ഓൺവേർഡ്സ്. അപ്പോൾ ലെയർ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ബേർഡ്സിനെ ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫീഡ് എന്താണ്? 17 weeks ഓൺവേർഡ്സ് ആണ് ലെയർ ഫീഡ് കൊടുക്കേണ്ടത്. ഇനി ഗ്രോയേഴ്സിനെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളെങ്കിൽ ഈ ഗ്രോയർ ഫീഡ് കൊടുക്കേണ്ടത് 9 to 16 weeks ഇടയ്ക്കുള്ള ബേർഡ്സിന് വേണം ഗ്രോയർ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ റെയറിങ് ഓഫ് ഗ്രോയേഴ്സ് ആൻഡ് ലെയേഴ്സ് എന്ന് പറയുന്നതിൽ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെമി ഇൻറ്റൻസീവ് സിസ്റ്റം, ഇൻറ്റൻസീവ് സിസ്റ്റം, ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ തന്നെ ഡീപ്പ് ലിറ്റർ സിസ്റ്റം, ഇൻഡിവിജ്വൽ കെയർ സിസ്റ്റം ഓർ ബാറ്ററി സിസ്റ്റം. ഓക്കെ. അതുപോലെ തന്നെ ഫീഡിങ് ചിക്കനിൽ ഫീഡ് ക്വാളിറ്റി ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി അഫക്ട്സ് ദ ഗ്രോത്ത് ആൻഡ് എഗ് പ്രൊഡക്ഷൻ. അപ്പം ഫീഡിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. സ്റ്റാർട്ടിങ് ചിക്കൻ ആണെങ്കിൽ ഏജ് അപ് ടു 8 weeks ആണ് നമ്മൾ ഫീഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ഗ്രോയിങ് ചിക്സിനാണെങ്കിൽ 8 to 20 weeks, ലേയിങ് ഹെൻസിനാണെങ്കിലും 20 weeks തൊട്ടാണ് നമ്മൾ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലേയിങ് ബേർഡ്സിനും നമ്മുടെ ബ്രോയിലേഴ്സ് അഥവാ ഗ്രോയിങ് ബേർഡ്സിനും പ്രത്യേകം ബാലൻസ്ഡ് മാഷ് ഫോർമുലയാണുള്ളത്. അതിൽ നമ്മുടെ ലേയിങ് ബേർഡ്സ് നോക്കുവാണെങ്കിൽ മെയ്സ് അഥവാ സീറലാണ് 30 grams കൊടുക്കണം. ഓക്കെ, 30 grams. അതുപോലെ തന്നെ റൈസ് പോളിഷ് ആണെങ്കിൽ 20 grams, ബാർലി ഓർ ഓട്സ് ആണെങ്കിൽ 10 grams, വീറ്റ് ബ്രാൻ ആണെങ്കിൽ 10, ഗ്രൗണ്ട് നട്ട് ഓയിൽ കേക്ക് ആണെങ്കിൽ 15, കോൺ മീൽ ആണെങ്കിൽ 4.5, സ്റ്റീംഡ് ഫിഷ് മീല്, സ്റ്റീംഡ് മീറ്റ് മീല്, അതുപോലെ ബോൺ മീല്, കാൽസ്യം പൗഡർ, കോമൺ സാൾട്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 100 grams ഒരു ബാലൻസ്ഡ് മാഷ് ഫോമിലാണ് നമ്മൾ ഈ നമ്മുടെ ലേയിങ് ബേർഡ്സിന് കൊടുക്കുന്നത്. അപ്പോൾ 100 gram ബാലൻസ്ഡ് മാഷ് എടുക്കുവാണെങ്കിൽ അതിൽ ഓരോ കമ്പോണൻസും ഇത്ര ഗ്രാംസ് കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ബ്രോയിലേഴ്സ് നോക്കുവാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടതാണ് ബ്രോയിൽസിന് റൈസ് പോളിഷാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. ഏകദേശം 28 grams റൈസ് പോളിഷാണ്. അതിനുശേഷം എന്താണ് സീറൽസും ഗ്രൗണ്ട് നട്ട് കേക്കുമാണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഫോർ ബ്രോയിലേഴ്സ്. ഏറ്റവും കുറവ് ഏതാണ്? കോമൺ സാൾട്ട് 0.5 മതി. അതുപോലെ തന്നെ സ്റ്റീംഡ് ബോൺ മീല് 1 grams മതി. അപ്പം നമ്മുടെ ലേയിങ് ബേർഡ്സിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാണ്? മൈസ് അഥവാ മീസ് ഓർ അതർ സീറൽസ് ആണ് 30 grams, ഏകദേശം 30 grams വേണം. അത് കഴിഞ്ഞിട്ടാണ് റൈസ് പോളിഷ് 20 grams ആണ് അല്ലേ. ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ കോമൺ സാൾട്ട്, അതുപോലെ തന്നെ സ്റ്റീംഡ് മീലും 1 grams മതി. അപ്പം നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ ഈ നമ്മുടെ ബാലൻസ്ഡ് മാഷ് ഫോർമുല ഫോർ ലേയിങ് ബേർഡ്സും ബ്രോയിലേഴ്സും. ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒക്കെ സെയിം ആണെങ്കിലും ഡിഫറെൻറ്റ് ഗ്രാംസ് ആണ്, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിലാണ് ഓരോന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പൗൾട്രി ഡിസീസാണ്. അപ്പം പൗൾട്രി ഡിസീസിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ കാസിൽ ഡിസീസാണ്. അത് കോസറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്ന വൈറസ് ആണ്. ഓക്കെ. സിംറ്റംസ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രബിൾസ് കാണും, നെർവസ് സൈൻസ് കാണും, ഗ്രീൻ ഡയറി ആയിരിക്കും, എഗ് ഡ്രോപ്പ് കാണും. ഇതാണ് നമ്മളുടെ ന്യൂ കാസിൽ ഡിസീസിൻ്റെ സിംറ്റംസ് ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇതിനെതിരായിട്ട് വാക്സിനേഷൻ ഉണ്ട്. ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്നതും വൈറസാണ് കോസ് ചെയ്യുന്നത്. സിംറ്റം റെസ്പിറേറ്ററി ട്രബിൾസ്, എഗ് ഡ്രോപ്പ്, മിസ്ഹാപ്പൻ എഗ്സ്, അതിനും വാക്സിനേഷൻ ഉണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ഫൗൾ പോക്സ് അഥവാ ഏവിയൻ പോക്സ് എന്ന് പറയും. ഇതും വൈറസ് ഡിസീസാണ്. ലെഷൻസ് ഓൺ കോം വാറ്റിൽ ആൻഡ് ഫേസ്, യെല്ലോ മെംബ്രെയിൻസ് ഇൻ ദ മൗത്ത് ക്യാവിറ്റി, ഇതിന് പ്രിവെൻഷനായിട്ട് വാക്സിനേഷൻ ഉണ്ട്. ഫൗൾ പോക്സ് എന്ന് പറയുന്നത് അഥവാ ഏവിയൻ പോക്സ് എന്ന് പറയുന്നത് വൈറസ് ഡിസീസാണ്. ഓക്കെ.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസാണ്. ഇത് മൈക്കോപ്ലാസ്മ അഥവാ ബാക്ടീരിയ കോസ് ചെയ്യുന്നൊരു ഡിസീസാണ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. ഇതും റെസ്പിറേറ്ററി സയൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പ്രിവെൻഷൻ എന്ന് പറയുന്നത് സാനിറ്റേഷൻ, മോണിറ്ററിങ്, യൂസ് ഓഫ് MG ഫ്രീ ഫ്ലോക്സ്, അതായത് മൈക്രോപ്ലാസ്മ ഫ്രീ ആയിട്ടുള്ള ഫ്ലോക്സിനെ യൂസ് ചെയ്യുന്നതാണ് പ്രിവെൻഷൻ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. ദെൻ ഏവിയൻ എൻസെഫലോമൈലിറ്റിസ് അഥവാ എപ്പിഡെമിക് ട്രിമർ എന്ന് പറയും. ഏവിയൻ എൻസെഫലോമൈലിറ്റിസ് അഥവാ എപ്പിഡെമിക് ട്രിമർ എന്ന് പറയുന്നത് വൈറസ് ആണ് കോസറ്റീവ് ഏജൻറ്റ്. സിംറ്റംസ് പാരാലിസിസ്, നെർവസ് ട്രിമേഴ്സ്. ദെൻ പ്രിവെൻഷൻ വാക്സിനേഷൻ. ദെൻ കോളറ ബാക്ടീരിയം പാസ്റ്റുറില്ല മൾട്ടിക്കോഡ. സോ പാസ്റ്റുറില്ല മൾട്ടിക്കോഡയാണ് കോളറ ഇവരിൽ ഉണ്ടാക്കുന്നത്. സ്വള്ളൻ ജോയിൻസ് ആൻഡ് വാറ്റിൽസ്, ഡ്രാക്കൻഡ് ഹെഡ്സ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സാനിറ്റേഷനാണ്. ആൻറ്റിബയോട്ടിക്സും സൾഫ ഡ്രഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. ദെൻ ഫൗൾ ടൈഫോയിഡ് ഉണ്ട്, അത് ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്. സഡൻ മോർട്ടാലിറ്റിയാണ് ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. ദെൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ, മോണിറ്ററിങ് ഒക്കെയാണ്. സൾഫ ഡ്രഗ്സും ആൻറ്റിബയോട്ടിക്സും അവൈലബിൾ ആണ്. ദെൻ ഇൻഫെക്ഷ്യസ് ബർസിറ്റിസ് അഥവാ ഗംബോറോ ഡിസീസ് എന്ന് പറയും. ഇൻഫെക്ഷ്യസ് ബർസിറ്റിസ് അഥവാ ഗംബോറോ ഡിസീസ് എന്ന് പറഞ്ഞാൽ വൈറസ് ഡിസീസാണ്. വാട്ടറി ഡയറിയാണ് സിംറ്റംസ്. വാക്സിനേഷൻ ഉണ്ട്. ദെൻ കോക്സിഡോസിസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ഡയറിയാണ് സിംറ്റം. സാനിറ്റേഷൻ, ഡ്രൈ ലിറ്റർ, ആൻറ്റി കോക്സിഡൽ ഏജൻസ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ വോം ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വേരിയസ് കൈൻഡ്സ് ഓഫ് വോംസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഡയറിയാണ് മെയിൻ സിംറ്റം. സാനിറ്റേഷൻ, ഫ്രഷ് ലിറ്റർ, അവോയ്ഡ് ഓവർ എക്സ്പോഷർ ആൻഡ് ഓവർ ക്രൗഡിങ്. ദെൻ ഇൻഫെക്ഷ്യസ് കൊറൈസ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. ഹീമോഫിലസ് പാരാഗല്ലിനേറം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. ഹീമോഫിലസ് പാരാഗല്ലിനേറം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇൻഫെക്ഷ്യസ് കൊറൈസ കോസ് ചെയ്യുന്നത്. ഇതിൻ്റെ സിംറ്റം നൈസൽ മ്യൂക്കസ്, സ്വോളൻ വാറ്റിൽസ്, റെയിൽസ് ആൻഡ് ഫേസ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് സൾഫാതയോസോളും സ്ട്രെപ്റ്റോമൈസിനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൗൾട്രി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ മെയിനായിട്ടും പൗൾട്രി ബ്രീഡിങ്ങും അവരുടെ റെയറിങ്ങും പറഞ്ഞു, പിന്നെ പൗൾട്രി ഡിസീസസും പറഞ്ഞു. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.